വാടാ കിടക്ക് വാ. നീ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്? നിനക്ക് നിന്റെ റൂമിൽ പോയി കിടന്നൂടെ? എടാ റോഷൻ അവന്റെ ഗേൾഫ്രണ്ട് കൊണ്ട് വന്നേക്കോ, ഞാൻ പിന്നെ അവന്റെ നടുക്ക് പോയി കിടക്കണം. ഓ കൊണ്ടുവന്നല്ലേ. ചുമ്മാ അല്ല റൂമിൽ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നത് മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട്. എടാ നമ്മളിങ്ങനെ ബാച്ചിലേഴ്സ് ആയിട്ട് സംസാരിക്കും, ഈ ഗേൾഫ്രണ്ടിനെ കൊണ്ടിരുന്ന എന്ത് മോശമാണ്. നീ അവനോടൊന്ന് പറയണം, ഇതിവിടെ നടക്കൂല. നീ പറഞ്ഞിട്ട് ഞാൻ അവനോട് പോയി പറയാം. മോനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ ആൻസി അവളുടെ വീട്ടിൽ നിന്നേക്കാളും കൂടുതൽ ഇവിടെയാണ് നിന്നത്. രാത്രിയാകുമ്പോ തുടങ്ങും അവളുടെ ദൈവവിളിയും ഒരു ശിൽക്കാര ശബ്ദവും, അതും ഡോൾബി അറ്റ്മോസിൽ. നീ ഇപ്പൊ എന്തിനാ അവളുടെ കാര്യം പറഞ്ഞ? ഈ ഞാൻ എങ്ങനെ സമാധാനത്തിൽ ഉറങ്ങും? അപ്പൊ എന്റെ സമാധാനം പോയതോ? ഞാൻ ബ്രേക്കപ്പ് ചെയ്യുന്ന ടൈമായിരുന്നു. ഞാൻ എന്റെ ബ്രേക്കപ്പ് ആയിട്ട് ഈ റൂമിന്റെ പെയിന്റ് പോലും മാറ്റിയിട്ടില്ല. കാര്യം എന്താ? ഓരോ ചുവരിലും ഓരോ ഓർമ്മകളും. ഇതൊക്കെ എന്തിന്റെ കറയടാ? ഏത് കറ? ഇതിന് ഓരോന്നൊക്കെ നോക്കി നിൽക്കണത് ഉറങ്ങിക്കൂടെ? എടാ അവനിപ്പോ പരിപാടി തുടങ്ങി കാണുമല്ലേ? വൃത്തി കിട്ടും കൂട്ടുകാരുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കുന്നു. ഒന്നില്ല അവൻ കിട്ടാൻ പോണ പെണ്ണല്ലടാ. അതിപ്പോ ഞാനും ആൻസിയെ കേട്ടായിരുന്നല്ലേ? ഇരുന്നേ കിടന്നത് കിടപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എടാ അത് ചില ഊഷ്മളമായ ബന്ധത്തിന് കിടന്നൊന്നും ഇരുന്നൊക്കെ വരും. പിന്നെന്ത് ഇട്ടേച്ച് പോയത്? അതെന്റെ ഊഷ്മളത അവർക്ക് താങ്ങാൻ പറ്റില്ല. അതൊക്കെ പറഞ്ഞ് ഈ രാത്രിയിലത്തെ മൂട് നമുക്ക് കളയണം. പലതും പണ്ട് ഞാൻ വിശ്വസിച്ചില്ലല്ലോ. എന്ത്? ഒന്നുമില്ല. പടം വന്ന് കൊല്ലും ഞാൻ. നിന്റെ ഓഫീസ് ആ പാലാരിവട്ട ഭാഗത്തല്ലേ? അതെ. നിന്നെ പക്ഷെ കൃത്യം ഒരാഴ്ച സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അവിടെ കണ്ടവരുണ്ടല്ലോ. ആടാ അതെന്റെ ഓഫീസിലെ സ്റ്റാഫിനെ ഡ്രോപ്പ് ചെയ്യാൻ പോയത്. ആ ടൈമിൽ തന്നെ നീ കൃത്യം ക്ലീൻ ഷേവും ചെയ്തിരുന്നു. എടാ അത് നോ ഷേവ് നമ്പർ. അത് താടി വളർത്തുന്നില്ല. അത് ക്ലീൻ ഷേവ് മാർച്ച്. ഇതൊക്കെ ഏത് ചലഞ്ച്? നിനക്കറിയാത്ത പല കാര്യങ്ങളുണ്ട്, എല്ലാം നിനക്കറിയണം. അളിയ ഉറങ്ങുമായിരുന്നല്ലേ? ഉറങ്ങിക്കോ. ഞാൻ ആ ആന്റിയുടെ കാര്യങ്ങൾ അറിയാം. ഫ്യൂസ് അതല്ലേ, രാത്രി ഒന്നും പറയണ്ട. സാമ്പത്തിക പ്രശ്നം വന്നാ ആരും എന്ത് ചെയ്തു പോകില്ല കൃഷ്ണൻ. പാട്ട് വന്നല്ലോ. നീ എന്തിവിടെ? ആർക്ക്? നിനക്കാ? അല്ലടാ അവൾക്ക്. കമന്ന് കിടന്ന കേട്ടോ. ചിലരുടെയൊക്കെ പ്രാക്കായിരിക്കും.